ओम नमो भगवते वासुदेवाय। ओम नमो भगवते वासुदेवाय। ओम नमो भगवते वासुदेवाय। ओम अज्ञानतिमिरान्धस्य ज्ञानाञ्जनाशलाकया चक्षुरुन्मीलितं येन तस्मै श्रीगुरवे नमः। विष्णुपादाय कृष्णप्रेष्ठाय भूतले श्रीमते भक्तिवेदान्त स्वामिनिति नामिने नमस्ते सारस्वते देवे गौरवाणी प्रचारिणे निर्विशेष शून्यवादी पाश्चात्य देशधारिणे। जय श्री कृष्ण चैतन्य प्रभु नित्यानंद श्री अद्वैत गदाधर श्रीवासादि गौर भक्त वृंद। हरे कृष्ण 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 हरे हरे, हरे राम 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 हरे हरे। ഹരേ കൃഷ്ണ. ശ്രീ രാധാ ഗോവിന്ദ് ടെമ്പിൾ ഇസ്കോൺ മാംഗ്ലൂരിന്റെ ഈശോപനിഷത്ത് ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഹരേ കൃഷ്ണ. എല്ലാവർക്കും പ്രണാമം. അപ്പൊ നമ്മൾ ഈശോപനിഷത്ത് യജുർവേദത്തിന്റെ ഭാഗമായിട്ടുള്ള ഒരു ഉപനിഷത്താണെന്ന് മനസ്സിലാക്കി. ആ ഉപനിഷത്തിലെ ധ്യാന മന്ത്രം നമ്മൾ എടുത്തിരുന്നു അല്ലെ. ഓം പൂർണ്ണമദ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ. അതായത് പരമദിവ്യോത്തമ പുരുഷൻ സത്യമാണ്, പൂർണ്ണമാണ്. അദ്ദേഹത്തിൽ നിന്ന് ഉത്ഭവിക്കുന്ന എല്ലാ പ്രപഞ്ചവും എല്ലാതും എങ്ങനെയായിരിക്കും? പൂർണ്ണങ്ങളായിരിക്കും. ആ പൂർണ്ണതയിൽ നിന്ന് എത്ര പൂർണ്ണങ്ങൾ ഉണ്ടായാലും ഭഗവാൻ സമ്പൂർണനായിട്ട് തന്നെ അവശേഷിക്കുന്നു എന്നുള്ളതാണ് നമ്മള് ധ്യാന മന്ത്രത്തില് കണ്ടത്. ഇനി 1, 2, 3 പരസ്പര ബന്ധമുള്ള 3 മന്ത്രങ്ങളാണ് നമുക്കത് നോക്കാൻ എടുക്കാനായിട്ട്. ശ്രീ രാധാ ഗോവിന്ദ് കി ജയ്, ശ്രീല പ്രഭുപാദ് കി ജയ്. ഒന്നാമത്തെ മന്ത്രത്തിൽ പറയുന്നത് ഈശാവാസ്യമിദം സർവം യത്കിഞ്ച ജഗത്യാം ജഗത് തേന തെക്തേന ഭുഞ്ജീത മാംകൃതാ കസ്യ സിദ്ധനം. ഈശാവാസ്യമിദം സർവം യത്കിഞ്ച ജഗത്യാം ജഗത് തേന തെക്തേന ഭുഞ്ജീത മാംകൃതാ കസ്യ സിദ്ധനം. അതായത് പ്രപഞ്ചത്തിലുള്ള സർവചരാചരങ്ങളും ഭഗവാന്റെ, അതായത് ഈശ്വരന്റെ ഉടമസ്ഥതയിലും ഈശ്വരനാൽ നിയന്ത്രിക്കപ്പെട്ടതുമാണ്. അതുകൊണ്ട് ഒരുവൻ തനിക്കായി നീക്കിവെക്കപ്പെട്ട അർഹമായ വസ്തുവകകൾ മാത്രം സ്വീകരിക്കുക, മറ്റുള്ളവരുടെ ധനം ആശിക്കരുത്. അതായത് ഇവിടെ എന്താ പറയണത്? ഈശാവാസ്യമിതം സർവം, ഈ പ്രപഞ്ചം എങ്ങനെയാണ്? സർവചരാചരങ്ങൾ, ഈ പ്രപഞ്ചത്തിലുള്ള സർവചരാചരങ്ങളും ഭഗവാന്റെ ഉടമസ്ഥതയിലുള്ളതും ഭഗവാനാൽ നിയന്ത്രിക്കപ്പെട്ടതുമാണ്. ഭഗവാനാണ് എല്ലാത്തിന്റെയും ഉടമസ്ഥൻ, ഭഗവാനാണ്. എല്ലാം നിയന്ത്രിക്കുന്നതും ആരാണ്? ഭഗവാൻ തന്നെയാണ്. അതുകൊണ്ട് ഒരുവൻ തനിക്കായി നീക്കിവെക്കപ്പെട്ട അർഹമായ വസ്തുവകകൾ മാത്രം സ്വീകരിക്കുക, മറ്റുള്ളവരുടെ ധനം ആശിക്കരുത് എന്നാണ് പറയുന്നത്. അതായത് നമ്മളെ വീട്ടില് ഒരു അമ്മ 4 മക്കളുണ്ടെങ്കിൽ 4 മക്കൾക്കും എന്ത് ചെയ്യും? ഓരോ പ്ലേറ്റില് അവർക്ക് ഭക്ഷണം വിളമ്പി വെക്കും അല്ലെ. അപ്പൊ ഓരോരുത്തർക്കും ഇതാണ് പ്ലേറ്റ് എന്ന് പറയും. അപ്പൊ നമ്മൾ എന്ത് വേണം? നമുക്ക് ആ പ്ലേറ്റ് മാത്രമേ നമ്മൾ എടുക്കാൻ പറ്റുള്ളൂ. അടുത്ത ആളുടെ പ്ലേറ്റ് എടുത്ത് അമ്മരെന്ന് തല്ല് കിട്ടും അല്ലെ. അതേപോലെ തന്നെ ഇപ്പൊ നമ്മൾ 4 മക്കള് ഒരേപോലെ, അതേപോലെ തന്നെ. പക്ഷെ ഭഗവാനെ സംബന്ധിച്ച് ഭഗവാന്റെ മക്കളാണ് നമ്മൾ എല്ലാവരും. അത് ആരൊക്കെയാണ്? ഒന്ന് മനുഷ്യരായിരിക്കും, മൃഗങ്ങളായിരിക്കും, പക്ഷികളായിരിക്കും, വൃക്ഷങ്ങളായിരിക്കും. അങ്ങനെയാണ് ഭഗവാന്റെ മക്കള്. അപ്പൊ ഭഗവാൻ ഇതേപോലെ തന്നെ ഭഗവാന്റെ ഉടമസ്ഥതയിലും ഭഗവാനാൽ നിയന്ത്രിക്കപ്പെടുന്നവരാണ് എല്ലാവരും. അപ്പൊ ഈ ഓരോരുത്തർക്കും ഭഗവാൻ എന്ത് ചെയ്തിട്ടുണ്ട്? ഓരോ വിഹിതം നീക്കി വെച്ചിട്ടുണ്ട്. മനുഷ്യർക്ക് ഇന്നത്, മൃഗങ്ങൾക്ക് ഇന്നത്, പക്ഷികൾക്ക് ഇന്നത് നീക്കി വെച്ചിട്ടുണ്ട്. ആ അർഹമായത് മാത്രം നമ്മൾ സ്വീകരിക്കാൻ പാടുള്ളൂ, മറ്റുള്ളവരുടെ ധനം ആശിക്കാൻ പാടില്ല എന്നുള്ളതാണ് ഈ ഒന്നാമത്തെ മന്ത്രത്തിൽ പറയുന്നത്. അപ്പൊ എല്ലാത്തിനും ഓരോ വിഹിതം നീക്കി വെച്ചിട്ടുണ്ട്. ആ നീക്കി വെച്ചത് മാത്രം നമ്മൾ സ്വീകരിക്കാൻ പാടുള്ളൂ, മറ്റുള്ളവരുടെ ധനം ആശിക്കരുത് എന്നാണ് ഇതിൽ പറയുന്നത്. ഒന്നാമത്തെ മന്ത്രത്തിൽ പറയുന്നത് എല്ലാ ചരാചരങ്ങളും ഭഗവാന്റെ ഉടമസ്ഥതയിലും നിയന്ത്രണത്തിലും ഉള്ളതാണ്. അതുകൊണ്ട് ഒരുവൻ തനിക്കായി നീക്കിവെക്കപ്പെട്ട അർഹമായ വസ്തുവകകൾ മാത്രം സ്വീകരിക്കണം, മറ്റുള്ളവരുടെ ധനം ആശിക്കരുത് എന്നാണ് ഒന്നാമത്തെ മന്ത്രത്തില് പറയുന്നത്. ചൂട്, വെളിച്ചം, തീ, അതായത് പരമോന്നത സത്തയെ അഗ്നിയോട് ഉപമിക്കാറുണ്ട്. അപ്പൊ പരമോന്നത സത്ത അതായത് ഭഗവാനെ അഗ്നിയോട് ഉപമിക്കുകയാണ്. ചേതനവും അചേതനവുമായ വസ്തുക്കളെല്ലാം അഗ്നിയുടെ ചൂടിനോടും പ്രകാശത്തോടും ഉപമിക്കപ്പെടുകയും ചെയ്യുന്നു. കൂടെ പറയുന്നത് ചേതനവും അചേതനവുമായിട്ടുള്ള എല്ലാ വസ്തുക്കളെയും അഗ്നിയുടെ ചൂടിനോടും പ്രകാശത്തോടും ഉപമിക്കുന്നു. അപ്പൊ ഭഗവാന് അഗ്നിയോടും സർവചരാചരങ്ങളെ, ചലിക്കുന്നത് ചലിക്കാത്തതുമായിട്ടുള്ള സർവചരാചരങ്ങളെയും അഗ്നിയുടെ ചൂടിനോടും പ്രകാശത്തിനോടുമാണ് ഉപമിക്കുന്നത്.
അഗ്നി ചൂടിന്റെയും പ്രകാശത്തിന്റെയും രൂപത്തിൽ ഊർജത്തെ വിതരണം ചെയ്യുന്നത് പോലെ ഭഗവാന്റെ ശക്തികളെ വ്യത്യസ്ത രീതികളിൽ പ്രദർശിപ്പിക്കുന്നു. അപ്പൊ അഗ്നി ചൂടായിട്ടും പ്രകാശമായിട്ടും അഗ്നിയുടെ ഊർജം പ്രദാനം ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ ഭഗവാന്റെ ശക്തികളെ വ്യത്യസ്തമായ രീതികളിൽ പ്രദർശിപ്പിക്കുന്നു. സകലതിന്റെയും നിയന്താവും രക്ഷകനും നിർദ്ദേശകനുമായി വർത്തിക്കുന്നു. അപ്പൊ എല്ലാത്തിന്റെയും നിയന്തകനും രക്ഷകനും നിർദ്ദേശകനുമാണ് ആര്? ഭഗവാൻ. കൃഷ്ണനിൽ നിന്ന് വേർതിരിയുമ്പോൾ നമ്മൾ നശിച്ചു പോകും. അപ്പൊ ഭഗവാനിൽ നിന്ന് വേർപിരിയുമ്പോൾ നമുക്ക് എന്ത് സംഭവിക്കും? നാശം സംഭവിക്കും. അതിനാൽ ഈശ്വരനല്ലാതെ മറ്റൊരാളും ഒരു വസ്തുവിന്റെ ഉടമസ്ഥനല്ല എന്നറിയാനുള്ള ബുദ്ധിശക്തി നമുക്ക് ഉണ്ടായിരിക്കണം. അപ്പൊ അതുകൊണ്ട് നമുക്ക് എന്ത് മനസ്സിലാക്കണം? നമ്മുടെ എല്ലാവരുടെയും ഉടമസ്ഥൻ ആരാണ്? ഭഗവാനാണ്. ഭഗവാനല്ലാതെ നമുക്കൊരു നിയന്താവില്ല എന്നറിയാനുള്ള ഒരു ബുദ്ധിശക്തി നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടായിരിക്കണം. ഓരോരുത്തരുടെയും വിഹിതം എല്ലാവർക്കും വ്യത്യസ്ത വിഹിതമുണ്ട്. അപ്പൊ നമ്മൾ പറഞ്ഞല്ലേ, ഓരോരുത്തർക്കും നീക്കിവെച്ച വിഹിതം മാത്രം നമ്മൾ സ്വീകരിക്കാൻ പാടുള്ളൂ, മറ്റുള്ളവരുടെ നമ്മൾ ആശിക്കാൻ പാടില്ല. ഉദാഹരണം പറഞ്ഞാൽ ഒന്നുകൂടി മനസ്സിലാവും. പശു നമുക്ക് പാല് നൽകുന്നു, എന്നിട്ട് പശു എന്ത് കഴിക്കും? ആ പാല് കുടിക്കുന്നില്ല, പകരം പുല്ലും ധാന്യവും പശു കഴിക്കും. പാലാണെങ്കിലോ നമുക്ക് മനുഷ്യ സമൂഹത്തിന് ഭക്ഷണം എന്ന നിലയിൽ നൽകുകയും ചെയ്യും. അപ്പൊ ഭഗവാൻ പശുവിന് നീക്കി വെച്ചിരിക്കുന്നത് എന്താണ്? പുല്ലും ധാന്യങ്ങളും. പുലി ഒരു അരിയോ ഗോതമ്പോ പശുവിന്റെ പാലോ പുലി ഭക്ഷിക്കുന്നില്ല. കാരണം അതിന് നിർദ്ദേശിക്കപ്പെട്ട ഭക്ഷണം എന്താണ്? പച്ച മാംസത്തിന്റെ രൂപത്തിൽ മാംസമാണ് പുലിക്ക് നീക്കി വെച്ചിരിക്കുന്നത്. അപ്പൊ പുലി എന്ത് കഴിക്കും? അത് കഴിക്കും. അരി ഗോതമ്പ് പാലൊന്നും പുലി എടുക്കുന്നില്ല, പുലി പച്ചമാംസം കഴിക്കും. പശു എന്ത് ചെയ്യും? പുല്ലും ധാന്യവും കഴിക്കും. അതേപോലെ മനുഷ്യർക്ക് എന്താണ് നീക്കി വെച്ചിരിക്കുന്നത്? മനുഷ്യർക്ക് എന്താ ഭഗവാൻ നീക്കി വെച്ചിരിക്കുന്നത്? സസ്യഭക്ഷണങ്ങൾ അല്ലെ. അതായത് അരി പാല് തൈര് പാലുൽപ്പന്നങ്ങൾ ഇതൊക്കെയാണ് മനുഷ്യർക്ക്. നമ്മളെന്താ അനുസരിക്കുന്നുണ്ടോ? ഇല്ല. പക്ഷെ ഇവരൊക്കെ അത് അനുസരിക്കുന്നില്ല. പശു എന്ത് കഴിക്കുള്ളൂ? പുല്ലും ധാന്യം കഴിക്കുള്ളൂ. പശുവിന്റെ പാല് കുടിക്കുന്നില്ല, നമുക്ക് തരും. പുലിയാണെങ്കിലും പച്ചമാംസം കഴിക്കുള്ളൂ, തൈരും ചോറും അതിനും വേണ്ട. പക്ഷെ നമ്മൾ എന്ത് ചെയ്യും? അതും കഴിക്കും, നീക്കി വെച്ചതും കഴിക്കും, അവരുടെയും കഴിക്കും അല്ലെ? ഹരേ കൃഷ്ണ. അതാണ്. അപ്പൊ ഓരോരുത്തർക്കും ഓരോ വിഹിതം ഭഗവാൻ നീക്കി വെച്ചിട്ടുണ്ട്. നമ്മൾ അത് മാത്രമേ കഴിക്കാൻ പാടുള്ളൂ, മറ്റുള്ളവരെ നമ്മൾ ആശിക്കാൻ പാടില്ല. അപ്പൊ ഇവിടെ പറയുന്ന ഈശാവാസി തത്വം, അതായത് പറയുന്നത് എന്താണ്? ഒരു വീട് നിർമ്മിക്കാനായിട്ട് മണ്ണ് വേണം, മരം വേണം, കല്ല് വേണം, ഇരുമ്പ്, സിമന്റ്, അങ്ങനെ കുറെ വസ്തുക്കൾ ചേർത്താണ് നമുക്കൊരു വീട് നിർമ്മിക്കാൻ സാധിക്കുന്നത്. ഈശോപനിഷത്തിന്റെ ഭാഷയിൽ പറഞ്ഞു കഴിഞ്ഞാല് ഇത്തരത്തില് ഒരു പദാർത്ഥവും നമുക്ക് സ്വയം നിർമ്മിക്കാൻ സാധ്യമല്ലെന്ന് നമുക്കറിയാൻ സാധിക്കും. നമുക്കിപ്പോ മണ്ണ് അല്ലെങ്കിൽ മരം, കല്ല്, ഇരുമ്പ്, ഇതൊക്കെ നമുക്ക് എന്താണ് ഈ പ്രകൃതിയിൽ കിട്ടുന്ന വസ്തുക്കൾ കൊണ്ട് നമ്മൾ ഉണ്ടാക്കുന്നതാണ്. സിമെന്റ് ആണെങ്കിലും മരം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓൾറെഡി പ്രകൃതിയിൽ ഉള്ളതാണ്. അല്ലാത്തത് നമ്മൾ എന്താണ് ഈ പ്രകൃതിയിൽ കിട്ടുന്ന വസ്തുക്കൾ കൊണ്ട് നമ്മൾ ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണേ? അതിനെ നമ്മൾ പരിശ്രമത്തിലൂടെ നമുക്ക് ഇഷ്ടമുള്ള രൂപത്തിലേക്ക് ആക്കി മാറ്റാണ് ചെയ്യണത്. അതിനെ നമുക്ക് ഇഷ്ടമുള്ള രൂപത്തിലേക്ക് ആക്കി മാറ്റാണ് ചെയ്യുന്നത്. അതിന്റെ അർത്ഥം അത് നമ്മളാണ് അതിന്റെ ഉടമസ്ഥൻ അല്ല. കഠിനാധ്വാനം വഴി നമ്മൾ അത് ഉണ്ടാക്കിയാലും അതിന്റെ ഉടമസ്ഥാവകാശം നമുക്ക് അവകാശപ്പെടാൻ സാധിക്കില്ല. കാരണം അത് ഭഗവാൻ ഈ പ്രകൃതിയിലുള്ള ഭൗതിക വസ്തുക്കൾ കൊണ്ട് നമ്മൾ നിർമ്മിച്ചതാണ്. അപ്പൊ അതിന്റെ സൃഷ്ടാവ് ആരാണ്? ഭഗവാനാണ്. അപ്പൊ നമുക്ക് അതിൽ അവകാശം പറയാനായിട്ട് സാധിക്കില്ല. നമ്മൾ എന്ത് ചെയ്തു? നമ്മൾ കഠിനാധ്വാനം വഴി നമുക്ക് ഇഷ്ടമുള്ള രൂപത്തിലേക്ക് അത് മാറ്റിയെന്ന് മാത്രം. പക്ഷെ അതിന് ഉണ്ടാക്കാൻ വേണ്ടി ഉപയോഗിച്ച വസ്തുക്കളെല്ലാം ഭഗവാനാൽ നിർമ്മിതമായത് തന്നെയാണ്. സ്വന്തം വിഹിതം പിന്തുടരുന്നെങ്കിൽ പിന്നെ എന്ത് സംഭവിക്കും? ഇപ്പൊ പൂച്ചകളെയും പട്ടികളെയും പോലെ കലഹിക്കുന്നത് മനുഷ്യ വിഹിതമല്ല. പൂച്ചകളും പട്ടികളും കലഹിക്കുന്നതിനാൽ അവർക്ക് പാപസ്പർശം ഏൽക്കില്ല. എന്നാൽ മനുഷ്യന് പാപകർമ്മങ്ങൾ ഉണ്ടാകുന്നു. മനുഷ്യൻ മൃഗങ്ങളുടെ വിഹിതം ഉപയോഗിച്ചാൽ അവൻ ഒരു മൃഗമാകും. അപ്പൊ ശരിക്കും പറഞ്ഞ എന്താണ്? പൂച്ചകളും പട്ടികളും കലഹിച്ചാലും അവർക്ക് എന്തുണ്ടാവില്ല? പാപം ഏൽക്കേണ്ടതായിട്ട് വരില്ല. പക്ഷെ മനുഷ്യനാണ് അങ്ങനത്തെ പ്രവർത്തികൾ ചെയ്താലോ മനുഷ്യന് പാപങ്ങൾ ഉണ്ടാകും, പാപത്തിന്റെ ഫലം ഏൽക്കേണ്ടതായിട്ട് വരും. അപ്പൊ മൃഗങ്ങളുടെ വിഹിതം മനുഷ്യൻ ഉപയോഗിച്ചു കഴിഞ്ഞാൽ മനുഷ്യൻ ആരായി മാറി? മൃഗമായിട്ട് മാറി. അപ്പൊ മനുഷ്യൻ മൃഗമായിട്ട് മാറാണ് മൃഗങ്ങളുടെ വിഹിതം മനുഷ്യൻ ഉപയോഗിച്ചു കഴിഞ്ഞാൽ. പട്ടികൾക്കും പൂച്ചകൾക്കും ഉപദേശം നൽകാൻ ഈശോപനിഷത്തിന് സാധ്യമല്ല.
അറിയാവുന്നതാണ് അല്ലെ, ഈശോപനിഷത്ത് സാധിക്കില്ല. എന്നാൽ ആചാര്യന്മാരിലൂടെ മനുഷ്യവർഗത്തിന് ഈശ്വര സന്ദേശം നൽകാൻ കഴിയും. ഈശ്വര സന്ദേശം നൽകാൻ ആചാര്യന്മാരുടെ ആർക്ക് കൊടുക്കാൻ സാധിക്കും? മനുഷ്യവർഗത്തിന് സാധിക്കും. അപ്പൊ നമ്മൾ ചെയ്യുന്ന കർമ്മത്തിന്റെ ഫലം നമ്മൾ പറഞ്ഞു, നമ്മൾ ചെയ്യുന്ന പ്രവർത്തികൾക്ക് പ്രതിപ്രവർത്തനങ്ങളുണ്ട്. എന്തുകൊണ്ടാണ്? നമ്മൾ ചെയ്യുന്ന പ്രവർത്തനങ്ങള് നമുക്ക് പാപമേൽക്കുന്നതാണ്. നമുക്ക് മനസ്സിലാക്കാനുള്ള കഴിവുണ്ട്, ബുദ്ധിയുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ ചെയ്യുന്ന ഏതൊരു കർമ്മത്തിനും പ്രതിപ്രവർത്തനങ്ങൾ ഉണ്ടെന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും. അപ്പോ നമുക്ക് ഈശ്വര സന്ദേശം നൽകാനും കഴിയും. ആചാര്യന്മാരിലൂടെ നമുക്ക് എന്ത് സാധിക്കും? നമുക്ക് സന്ദേശങ്ങൾ നൽകാനും സാധിക്കും. പക്ഷെ മൃഗങ്ങൾക്കോ പൂച്ചകൾക്കോ ഒന്നും അത് ഉപദേശം നൽകാനായിട്ട് ഈശോപനിഷത്തിന് സാധിക്കില്ല. ഇത്രയാണ് നമ്മളെ ഒന്നാമത്തെ ഉപദേശത്തില് പറയുന്നത്. അപ്പൊ അതില് മെയിൻ ആയിട്ട് ഉപദേശമല്ല, മന്ത്രത്തിൽ പറയുന്നത്. അപ്പൊ അതില് മെയിൻ ആയിട്ട് പറഞ്ഞത് എന്താണ്? ഈ സർവചരാചരങ്ങളും ഭഗവാന്റെ ഉടമസ്ഥതയിലും നിയന്ത്രണത്തിലും ഉള്ളതാണ്. അപ്പൊ ഓരോരുത്തർക്കും ഭഗവാൻ ഒരു വിഹിതം നീക്കി വെച്ചിട്ടുണ്ട്. നമ്മൾ എന്ത് ചെയ്യാൻ പാടുള്ളൂ? അത് മാത്രമേ നമ്മൾ അർഹതപ്പെട്ടത് മാത്രമേ നമ്മൾ സ്വീകരിക്കാൻ പാടുള്ളൂ. മറ്റുള്ളവരുടെ ധനം ആശിക്കാൻ പാടില്ല എന്നുള്ളതാണ് ഒന്നാമത്തെ മന്ത്രത്തിൽ കണ്ടത്. ഒന്നാമത്തെ മന്ത്രം മനസ്സിലായോ? ഇനി രണ്ടാമത്തെ മന്ത്രത്തിന്റെ കണ്ടിന്യൂവേഷൻ ആണ് രണ്ടാമത്തെ മന്ത്രം. ഒന്നാമത്തിൽ പറഞ്ഞത് എന്താണ്? നമ്മള് ഈ പ്രപഞ്ചത്തിന്റെ സർവ്വചരാചരങ്ങളും ഭഗവാന്റെ ഉടമസ്ഥതയിലും നിയന്ത്രണത്തിലും ഉള്ളതാണ്. അപ്പൊ ഭഗവാൻ ഓരോരുത്തർക്കും ഒരു വിഹിതം നീക്കി വെച്ചിട്ടുണ്ട്. ആ അർഹതപ്പെട്ടത് നീക്കി വെച്ചത് മാത്രം നമ്മൾ സ്വീകരിക്കണം, മറ്റുള്ളവരുടേത് ആശിക്കാൻ പാടില്ല. അപ്പൊ രണ്ടാമത്തിൽ പറയുന്നത്, എടുത്തു പറയുന്നതാണ്, ഈ വിധത്തിൽ പ്രവൃത്തി ചെയ്തു പോകാണെങ്കിൽ. ഏത് വിധത്തില്? ഭഗവാൻ പറഞ്ഞ പോലെ നമുക്ക് അവകാശപ്പെട്ടത് മാത്രം നമ്മൾ സ്വീകരിച്ചുകൊണ്ട് നമ്മൾ പ്രവൃത്തി ചെയ്യുകയാണെങ്കിൽ നമുക്ക് എത്ര നാള് വേണമെങ്കിലും, നൂറുകണക്കിന് വർഷവും നമുക്ക് എവിടെ ജീവിക്കാം? ഈ ഭൗതിക പ്രപഞ്ചത്തിൽ ജീവിക്കാം. മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഇതല്ലാതെ വേറൊരു വഴിയില്ല. അപ്പൊ ഇതൊക്കെ തെറ്റിച്ച് ചെയ്യുന്നത് ആരാണ്? മനുഷ്യനാണെന്നുള്ളത് ഈശോപനിഷത്തിൽ തന്നെ പറയാണ്. ഇതൊക്കെ തെറ്റിക്കുന്നത് മൃഗങ്ങളോ പക്ഷികളോ ഒന്നല്ലത്. ആരാ തെറ്റിക്കുന്നത്? മനുഷ്യൻ തന്നെയാണ് ഇതൊക്കെ തെറ്റിക്കുക. അപ്പൊ മനുഷ്യൻ ഇതല്ലാതെ വേറൊരു വഴിയില്ല. എന്ത് വേണം? ഈ പറഞ്ഞ രീതിയില്, ശരിയായ രീതിയിൽ നമ്മൾ ജീവിക്കുകയാണെങ്കിൽ നമുക്ക് എത്ര നാള് വേണമെങ്കിലും ജീവിക്കാം. കാരണം കർമ്മബന്ധനത്തിൽ നമ്മളെ തളയ്ക്കുന്നില്ല. അല്ലാതെ മനുഷ്യന് വേറെ ഒരു വഴിയില്ല എന്നുള്ളതാണ് രണ്ടാമത്തെ മന്ത്രത്തിൽ പറയുന്നത്. ശ്രീ രാധാ ഗോവിന്ദിക്ക് ജയ്, ശ്രീല പ്രഭുപാദിക്ക് ജയ്. രണ്ടാമത്തെ മന്ത്രം പറയുന്നത്, പൂർവന്നേവേഹ കർമാണി ജിജി വിഷേച്ഛദം സമഹ ഏവം ത്വയി നാന്യഥേദോസ്തി നാ കർമാ ലിപ്യതേ നരേ. കുർവന്നേവേഹ കർമാണി ജിജി വിഷേച്ഛദം സമഹ ഏവം ത്വയി നാന്യഥേദോസ്തി നാ കർമാ ലിപ്യതേ നരേ. കുർവന്നേവേഹ കർമാണി ജിജി വിഷേച്ഛദം സമഹ ഏവം ത്വയി നാന്യഥേദോസ്തി നാ കർമാ ലിപ്യതേ നരേ. ഇവിടെ എന്താ പറയണത്? ഈ വിധത്തിൽ പ്രവൃത്തി തുടരുന്ന ഒരുവൻ. ഏത് വിധത്തിൽ പ്രവൃത്തി ചെയ്യുന്നതിനെ കുറിച്ചാ പറയുന്നത്? നമുക്ക് അർഹതപ്പെട്ടത് നമ്മൾ ഭഗവാൻ പറയുന്ന പോലെ അർഹമായ വസ്തുക്കൾ, നമുക്ക് അർഹതപ്പെട്ട വസ്തുവകൾ മാത്രം സ്വീകരിക്കുന്നവര് സ്വീകരിക്കുന്നവര് 100 വർഷം വരെ ജീവിച്ചേക്കാം, ആഗ്രഹിക്കാം. നമുക്ക് ആഗ്രഹിക്കാം. കാരണം നമുക്ക് എന്ത് വരില്ല? അവിടെ കർമ്മബന്ധങ്ങൾ വരില്ല. അപ്പൊ നമ്മുടെ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഇതല്ലാതെ മറ്റൊരു വഴിയില്ല. അപ്പൊ ബാക്കി ആരെ എടുത്ത് പറഞ്ഞില്ല. ആരെ പറയണത്? ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഇതല്ലാതെ മറ്റൊരു വഴിയുമില്ല എന്നാണ് പറയുന്നത്. അപ്പൊ ഈ വിധത്തില് പ്രവൃത്തി തുടർന്നു പോകുന്ന ഒരുവന് 100 വർഷം ജീവിക്കാനായിട്ട്, 100 കണക്കിന് വർഷം ജീവിക്കാൻ ആഗ്രഹിക്കാം. കാരണം അദ്ദേഹത്തെ പ്രതിപ്രവർത്തനങ്ങൾ, ആ ചെയ്യുന്ന കർമ്മബന്ധനത്തിൽ തളയ്ക്കുന്നില്ല. ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഇതല്ലാതെ വേറൊരു വഴിയില്ല എന്നാണ് ഇവിടെ പറയുന്നത്. മനസ്സിലായോ? കൂടെ രണ്ടാമത്തെ മന്ത്രത്തിൽ പറയുന്നത്, ഒന്നാമത്തേൽ പറഞ്ഞു ഈ പ്രപഞ്ചത്തിലെ സർവ്വചരാചരങ്ങളും ഭഗവാന്റെ ഉടമസ്ഥതയിലും നിയന്ത്രണത്തിലും ഉള്ളതാണ്. അപ്പൊ ഓരോരുത്തർക്കും ഭഗവാൻ ഒരു വിഹിതം നീക്കി വെച്ചിട്ടുണ്ട്. അത് മാത്രം നമ്മൾ സ്വീകരിക്കാൻ പാടുള്ളൂ, മറ്റുള്ളവരുടെ ധനം ആശിക്കാൻ പാടില്ല. രണ്ടാമത്തേൽ പറഞ്ഞത്, അങ്ങനെ ഭഗവാൻ പറഞ്ഞ പോലെ മറ്റുള്ളവരുടെ ധനം ആശിക്കാതെ നമ്മൾ ജീവിക്കുകയാണെങ്കിൽ 100 കണക്കിന് വർഷം ജീവിക്കാനായിട്ട് ഒരാൾ ആഗ്രഹിച്ചേക്കാം.
കാരണം അയാൾക്ക് എന്ത് വരില്ല, കർമ്മബന്ധനത്തിൽ അയാൾ തളയ്ക്കപ്പെടുന്നില്ല. ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഇതല്ലാതെ വേറൊരു വഴിയില്ല. ഒരു മനുഷ്യന് ഇതല്ലാണ്ട് വേറൊരു വഴിയില്ല. കാരണം അല്ലാതെ നമ്മള് മൃഗങ്ങളുടെ ഭക്ഷണം എടുത്ത് കഴിച്ചാൽ നമുക്ക് എന്ത് വരും, നമ്മൾ കർമ്മബന്ധനത്തിൽ നമ്മൾ മൃഗങ്ങളായിട്ട് മാറും. അപ്പൊ നമ്മള് ആ കർമ്മബന്ധനത്തിൽ നമ്മൾ തളയ്ക്കപ്പെടും. അപ്പൊ ഒരു മനുഷ്യന് ഇത് പാലിക്കാതെ വേറൊരു വഴിയില്ല. ഈ ഭൗതിക ലോകത്ത് ജീവിക്കണമെങ്കിൽ ഇതനുസരിച്ച് പോകണം എന്നുള്ളതാണ് രണ്ടാമത്തെ മന്ത്രത്തില് പറയുന്നത്. മനസ്സിലായോ രണ്ടാമത്തെ മന്ത്രം? ആരെങ്കിലും മനസ്സിലാവാത്തില്ല? എല്ലാവർക്കും മനസ്സിലായോ? മനസ്സിലായി മാതാജി, മനസ്സിലായി. 3 തരം കർമ്മം നമുക്കറിയാവുന്നതാണ്. 3 തരത്തിലുള്ള പ്രവർത്തികള്: കർമ്മം, അകർമ്മം, വികർമ്മം. കർമ്മം എന്ന് പറയുന്നത് ശാസ്ത്രങ്ങൾ അനുസരിച്ച്, ശാസ്ത്രങ്ങളിൽ പറയുന്ന, വേദങ്ങളിൽ നിർദ്ദേശിക്കപ്പെടുന്ന നിർദ്ദിഷ്ട കർത്തവ്യങ്ങൾക്ക് അനുസൃതമായ പ്രവർത്തികളിൽ, അതായത് ശാസ്ത്രങ്ങൾ പറയുന്നത് അനുസരിച്ച് പ്രവർത്തിക്കുന്നതാണ് എന്ത്, കർമ്മം എന്ന് പറയുന്നത്. ജീവശ്രേണിയിൽ വളരെ താഴ്ന്ന തലത്തിൽ പ്രവർത്തിക്കുന്ന ഒരാൾക്ക് പെട്ടെന്ന് ഭക്തിയുടെ സേവനത്തിൽ ഏർപ്പെടാനോ ഫലോദിഷ്ട കർമ്മങ്ങൾ അവസാനിപ്പിക്കാനോ കഴിയണമെന്നില്ല. അപ്പൊ കർമ്മം എന്ന് പറഞ്ഞാൽ ശാസ്ത്രങ്ങളിൽ പറഞ്ഞിരിക്കുന്ന രീതിയിൽ പ്രവർത്തിക്കുന്നതാണ് കർമ്മം. നമുക്കറിയാം, ഒരു ജീവാത്മാവിന്റെ ശ്രേണിയിൽ വളരെ താഴ്ന്ന നിലയിൽ വർത്തിക്കുന്ന ഒരു വ്യക്തിക്ക് പെട്ടെന്ന് തന്നെ ഭക്തിയുടെ സേവനം ചെയ്യണമെന്നോ അല്ലെങ്കിൽ കർമ്മം ചെയ്യുക, അതിന്റെ ഫലം ആഗ്രഹിക്കാതെ പ്രവർത്തിക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പെട്ടെന്ന് തന്നെ നടക്കണമെന്നില്ല. കാമ്യകർമ്മങ്ങൾ അവസാനിപ്പിക്കാൻ പറഞ്ഞു, അതായത് ഫലം ആഗ്രഹിച്ചുകൊണ്ട് കർമ്മം ചെയ്യരുത് എന്നിപ്പോ നമുക്ക് തന്നെ അറിയാലേ, നമ്മളിപ്പോ മനസ്സിലാക്കി. പക്ഷെ നമ്മൾ ചെയ്യുന്ന കർമ്മത്തിലൊക്കെ എന്ത് വരുന്നുണ്ട്, നമ്മൾ ഫലം ആഗ്രഹിക്കുന്നുണ്ട്. അപ്പൊ പെട്ടെന്ന് തന്നെ നമുക്കത് അവസാനിപ്പിക്കാനായിട്ട് സാധിക്കണമെന്നില്ല ആർക്കായാലും. അതാണ് പറയുന്നത്. അപ്പൊ നമുക്ക് എന്താണ് വരുന്നത്, കർമ്മബന്ധന, അതായത് ജീവസത്തകൾ നൈസർഗികമായി അനശ്വരരാണ്. എന്നാൽ ഭൗതിക ജീവിതവുമായുള്ള ബന്ധനം കാരണം വീണ്ടും വീണ്ടും ശരീരങ്ങൾ മാറേണ്ടി വരുന്നു. അപ്പൊ ശരിക്കും പറഞ്ഞ ജീവാത്മാക്കൾ എങ്ങനെയാണ്, അനശ്വരമാണ്. സ്വമേധയാ തന്നെ അവരൊക്കെ അനശ്വരരാണ്. പക്ഷെ ഈ ഭൗതിക ജീവിതവുമായിട്ടുള്ള ബന്ധനം കൊണ്ട് അതിനെന്ത് സംഭവിക്കും, ഈ ഭൗതിക ലോകത്തിൽ വരുന്നത് കൊണ്ട് ജന്മകർമ്മ, അതായത് വീണ്ടും വീണ്ടും ശരീരങ്ങള് മാറേണ്ടതായിട്ട് വരും. ഇതിനാണ് നമ്മൾ ആത്മാവിന്റെ ദേഹാന്തര പ്രാപ്തി അല്ലെങ്കിൽ കർമ്മബന്ധനം എന്ന് വിളിക്കുന്നത്. രണ്ടാമത്തെ അധ്യായത്തിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ആ ദേഹാന്തര പ്രാപ്തി എന്ന് പറയുന്നത് ആത്മാവിന് ഒരു ശരീരം വിട്ട് അടുത്ത ശരീരം സ്വീകരിക്കുക, അതാണ് ദേഹാന്തര പ്രാപ്തി. പരോപകാരം, സോഷ്യലിസം, കമ്മ്യൂണിസം, ദേശീയത, മാനവികത എന്നിങ്ങനെയുള്ള വ്യത്യസ്ത ഇസങ്ങൾ കർമ്മത്തിന്റെ വശ്യമായ രൂപങ്ങളാണ്. അപ്പൊ കർമ്മത്തിന് ബന്ധനത്തിന് കാരണമാകുന്നത് എന്താണ്, ഈ പരോപകാരം ചെയ്യല്, സോഷ്യലിസം, കമ്മ്യൂണിസം, ദേശീയത, മാനവികത, ഇതൊക്കെ എന്തിന് കാരണമാകും, ആ കർമ്മത്തിന്റെ ബന്ധനത്തിന് കാരണമാകുന്നതാണ് ഈ പറഞ്ഞതെല്ലാം തന്നെ. അഥവാ ഒരാൾക്ക് ചെയ്യണമെങ്കിൽ എന്ത് വേണം, ഒരാൾക്ക് അതിനു മുകളിൽ ജീവിക്കണമെങ്കിൽ അവൻ ഈശ്വരനെ കേന്ദ്രമാക്കണം. അപ്പൊ നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്യണമെങ്കിൽ നമ്മൾ അതെന്ത് ചെയ്യണം, ഭഗവാനെ കേന്ദ്രമാക്കി ചെയ്യണം. അങ്ങനെ പിന്നെ ഗൃഹസ്ഥൻ, പരക്ഷേമകാംക്ഷി, സോഷ്യലിസ്റ്റ് എന്നീ നിലയിൽ പ്രവർത്തിക്കുമ്പോൾ കുഴപ്പം സംഭവിക്കില്ല. അപ്പൊ നമുക്കിപ്പൊ ഇത്തരത്തിലുള്ള പ്രവർത്തികൾ ചെയ്യണമെങ്കിൽ നമ്മൾ എങ്ങനെ ചെയ്യണം, ഭഗവാനെ കേന്ദ്രമാക്കിയിട്ട് അല്ലെങ്കിൽ ഭഗവാൻ അർപ്പിച്ചുകൊണ്ട് ചെയ്യുക. അപ്പൊ നമുക്ക് എന്ത് വരുന്നില്ല, ബന്ധനം അവിടെ സംഭവിക്കുന്നില്ല. അല്ലെങ്കിൽ നമ്മൾ ഈ ചെയ്യുന്ന പ്രവർത്തികളൊക്കെ നമുക്ക് എന്തിന് കാരണമാകും, കർമ്മബന്ധനത്തിന് കാരണമാകും. എന്ത് സംഭവിക്കും, നമ്മൾ വീണ്ടും അടുത്തൊരു ശരീരം സ്വീകരിക്കേണ്ടതായിട്ട് വരും. നമ്മൾ വീണ്ടും ദേഹാന്തര പ്രാപ്തി, ആത്മാവിന്റെ ദേഹാന്തര പ്രാപ്തി സംഭവിക്കും. മാനവികമായ പ്രവർത്തനങ്ങൾ ശ്രീ ഈശോപനിഷത്തിന്റെ അന്തസത്തയോടെ പ്രാവർത്തികമാക്കിയാൽ അത് ഒരു തരം കർമ്മയോഗമായി പരിഗണിക്കുന്നു. ഇപ്പൊ നമ്മൾ ഈ പറഞ്ഞ രീതിയിലുള്ള പ്രവർത്തികൾ, മാനുഷിക പ്രവർത്തനങ്ങളെല്ലാം ഈശോപനിഷത്തിന്റെ അന്തസത്തയോടെ പ്രാവർത്തികമാക്കി കഴിഞ്ഞാൽ അതെന്തായിട്ട് മാറും, കർമ്മയോഗമായിട്ട് പരിഗണിക്കുക. അതായത് ഭഗവാന് വേണ്ടി ചെയ്യാനായിട്ട് നമുക്ക് സാധിച്ചു കഴിഞ്ഞാൽ അവിടെ നമുക്ക് അതെന്തായും കർമ്മയോഗം, ആ കർമ്മം ഭഗവാനുമായിട്ട് ബന്ധിക്കുന്നതായിട്ട് പരിഗണിക്കാനായിട്ട് സാധിക്കും. കർമ്മികൾ, വികർമ്മികൾ, അകർമ്മികൾ അറിയാവുന്നതാണ് നമുക്കിത്. വികർമ്മികൾ എന്ന് പറഞ്ഞാൽ എന്താണ്, ശാസ്ത്രങ്ങൾക്ക് വിരുദ്ധമായിട്ട് പ്രവർത്തികൾ ചെയ്യുന്നവരാണ് ആര്, വികർമ്മികൾ എന്ന് പറയുന്നത്. അവര് ഒരിക്കലും എന്ത് ചെയ്യുന്നില്ല, ശാസ്ത്രങ്ങൾക്ക് അനുസൃതമായിട്ട് പ്രവർത്തിക്കുന്നില്ല, വിരുദ്ധമായിട്ട് പ്രവർത്തിക്കുന്നവരാണ്. ഹീനമായിട്ടുള്ള ജന്മത്തിന് ജന്മം കിട്ടിയവരാണ് ആര്, ഈ വികർമ്മികൾ എന്ന് പറയുന്നത്. പിന്നെന്താണ് പറയുന്നത്, അവര് വിശുദ്ധരായിട്ടുള്ള ആളുകളെ വിലമതിക്കുന്നില്ല. ജീവിതത്തിൽ അവർക്ക് എന്താ സംഭവിക്കുന്നത്, നാശം സംഭവിക്കുള്ളൂ.
വികർമ്മികൾ. അതായത് ഒരിക്കലും അവർ ശാസ്ത്രങ്ങൾക്ക് അനുസൃതമായിട്ട് ജീവിക്കാത്തവരാണ്, മറ്റുള്ളവരോട് ശരിയായ രീതിയിൽ പ്രവർത്തിക്കാത്തവരാണ്. അവർക്ക് എന്താണ് ചെയ്യേണ്ടത്, ചെയ്യാൻ പാടില്ലാത്തതൊന്നും അവർക്കറിയില്ല. കാരണം ശാസ്ത്രങ്ങൾ അറിയാത്തത് കൊണ്ട് തന്നെ അവർക്ക് ഒന്നും അറിയില്ല. അപ്പൊ ശാസ്ത്രങ്ങൾക്ക് വിരുദ്ധമായിട്ട് പ്രവർത്തിക്കുന്നവരാണ് വികർമ്മികൾ. കർമ്മികൾ എന്ന് പറഞ്ഞാല് ശാസ്ത്രങ്ങൾ അനുസരിച്ച് ജീവിക്കുന്നവരാണ് ആര്? കർമ്മികൾ എന്ന് പറയുന്നത്. കർമ്മനിഷ്ഠരായിരിക്കും. അവർക്ക് ദേവന്റെ ശരീരവും സ്വർഗത്തിലും നേടാനായിട്ട്, കാരണം കർമ്മം ചെയ്യുന്നത് ശാസ്ത്രങ്ങൾക്ക് അനുസൃതമായിട്ട് ഉള്ളത് കൊണ്ട്, ഫലം ആഗ്രഹിച്ചുകൊണ്ട് ചെയ്യുന്നത് കൊണ്ടും അവർ ആ ഫലം അനുഭവിക്കാൻ എവിടെ പോകും? പുണ്യലോകങ്ങളിൽ പോകേണ്ടതായിട്ട് വരും. അതിനുശേഷം പുണ്യഫലങ്ങൾ അനുഭവിച്ചു കഴിയുമ്പോൾ വീണ്ടും എവിടേക്ക് തിരിച്ചു വരണം? ഭൗതിക ലോകത്തില്, മർത്യലോകത്തിലേക്ക്, അതായത് ഭൂമിയിലേക്ക് തിരിച്ചു വരേണ്ടതായിട്ട് വരും. അത് കണ്ട് അകർമ്മികൾ എന്ന് പറഞ്ഞാലോ ഭഗവാന് വേണ്ടി സേവനം ചെയ്യുന്നവര്, ഭക്തിയുടെ വേദിയില് സേവനം ചെയ്യുന്നവരാണ് ആര്? ഭക്തിയുടെ സേവനം ചെയ്യുന്നവരാണ് അകർമ്മികള്. ഫലോദിഷ്ട കർമ്മങ്ങളെ കുറിച്ചും ഫലോദിഷ്ട കർമ്മങ്ങൾ ബന്ധനപ്പെടുത്തുന്നതാണെന്നും അത് പുനർജന്മം സൃഷ്ടിക്കുന്നതാണെന്നും മനസ്സിലാക്കുന്നത് കൊണ്ട് അവരെന്ത് ചെയ്യും? ഫലം ആഗ്രഹിക്കാതെ കർമ്മം ചെയ്യുന്നവരാണ്. ഭഗവാന് സമർപ്പിച്ചുകൊണ്ട് കർമ്മം ചെയ്യുന്നവരാണ് ആര്? അകർമ്മികൾ എന്ന് പറയുന്നത്. അറിയുന്നല്ലോ എല്ലാവർക്കും അത്? നേരത്തെ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ. അതുകൊണ്ടാണ് ശ്രീ ഈശോപനിഷത്ത് ഈശ്വരാവബോധത്തോടെ കർമ്മശേഷി വിനിയോഗിക്കണം എന്ന് പറയുന്നത്. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? കർമ്മശേഷി ഈശ്വരാവബോധത്തോടു കൂടി വിനിയോഗിക്കണം. ഈശ്വരാവബോധത്തോടെ വ്യാപരിക്കുമ്പോൾ വർഷങ്ങളോളം ജീവിക്കാൻ നാം അഭിലഷിക്കുന്നു. മറിച്ചായാൽ ദീർഘായുസ് കൊണ്ട് യാതൊരു മെച്ചവുമില്ല. അപ്പൊ ഈശ്വരാവബോധത്തോടു കൂടിയാണ് നമ്മൾ ജീവിക്കുന്നതെങ്കിൽ നമുക്ക് എത്ര വർഷം ജീവിച്ചാലും നമുക്കത് സന്തോഷത്തോടു കൂടി നമുക്ക് ജീവിക്കാനായിട്ട് സാധിക്കും. കാരണം ഭഗവത് സേവനം ചെയ്തുകൊണ്ട് നമുക്ക് ജീവിക്കാൻ സാധിക്കും. അല്ലാണ്ട് നമുക്ക് ഇത്രയും ജീവിതം കിട്ടിയിട്ട് അതുകൊണ്ട് യാതൊരു പ്രയോജനവും ഉണ്ടാകാൻ പോകുന്നില്ല. ഒരു വൃക്ഷം 100 കണക്കിനോ 1000 കണക്കിനോ വർഷം ജീവിക്കുന്നു. വൃക്ഷങ്ങളെ പോലെ വളരെ കാലം ജീവിക്കുന്നത് കൊണ്ടോ, അല്ലെങ്കിൽ ഉല പോലെ ശ്വസിക്കുന്നത് കൊണ്ടോ, പന്നികളെ പോലെ പട്ടികളെ പോലെയും പ്രത്യുൽപാദനം നടത്തുന്നത് കൊണ്ടോ, ഒട്ടകത്തെ പോലെ ഭക്ഷിക്കുന്നത് കൊണ്ടോ യാതൊരു പ്രയോജനവും ഇല്ല. അപ്പൊ ഒരു വൃക്ഷമാണെങ്കിൽ എത്രയോ വർഷം ജീവിക്കും. അപ്പൊ ഇതൊന്നും ഇത്ര പറഞ്ഞല്ലോ, വൃക്ഷങ്ങളെ പോലെ ജീവിക്കുക, അതല്ലെങ്കിൽ എന്താ പറയാ പന്നികളെയും പോലെ പട്ടികളെ പോലെ പ്രത്യുൽപാദനം നടത്തുന്നത് കൊണ്ട്, അതല്ലെങ്കിൽ ഉല പോലെ ശ്വസിക്കുന്നത് കൊണ്ട്, ഇതുകൊണ്ടൊന്നും എന്തില്ല? യാതൊരു പ്രയോജനവും ഇല്ല എന്നാണ് പറയുന്നത്. അപ്പൊ നമ്മൾ എത്ര നാള് ജീവിച്ചാലും നമ്മൾ എന്ത് വേണം? ഭഗവാനോട് ബന്ധപ്പെട്ട് ജീവിക്കാനായിട്ട് നമുക്ക് സാധിച്ചു കഴിഞ്ഞാൽ അതാണ് എന്ത്? ഏറ്റവും ശ്രേഷ്ഠമായ ജീവിതം എന്ന് പറയുന്നത്. അല്ലാതെ നമ്മളെ ജീവിതത്തിന് ഒരർത്ഥമില്ല. അപ്പൊ നമ്മളെ ലക്ഷ്യം എപ്പോഴും എന്തായിരിക്കണം? നമ്മളെ ലക്ഷ്യം ഭഗവാന് അനുകൂലമായിട്ട്, അല്ലെങ്കിൽ ഭഗവാനെ എന്താ പറയാ ഭഗവത് സേവനത്തോട്, അല്ലെങ്കിൽ ഭഗവാനെ സ്മരിച്ചുകൊണ്ട് ജീവിക്കാൻ സാധിക്കുക എന്നുള്ളതാണ്. അല്ലാത്തൊരു ജീവിതം നമുക്ക് എന്തില്ല? നമുക്ക് അതുകൊണ്ട് യാതൊരു പ്രയോജനവും ഇല്ല എന്നാണ്. അല്ലാത്ത ജീവിതത്തിന് കുറെ നാള് ജീവിച്ച് എന്ന് പറയുന്നത് കൊണ്ട് യാതൊരു അർത്ഥവും ഇല്ല എന്നാണ് ഇവിടെ നമുക്ക് മനസ്സിലാക്കി തരാം. അപ്പൊ ഒരു വൃക്ഷത്തെ പോലെ ഒരു എന്താ പറയുക 100 കണക്കിന് വർഷം ജീവിക്കുന്നു എന്ന് പറയണതോ, അല്ലെങ്കിൽ പന്നികളെയും പട്ടികളെയും പോലെ പ്രത്യുൽപാദനം നടത്തുന്നു എന്ന് പറയുന്നതോ അതൊന്നും എന്തില്ല. അല്ലെങ്കിൽ ഉല പോലെ, ഉലാന്ന് വെച്ചിട്ടുണ്ടെങ്കില് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കില് ഉല പോലെ ശ്വസിക്കാന്നാ പറയണത്. മനസ്സിലായില്ല. മനസ്സിലായി. എനിക്ക് പക്ഷെ അവിടെ മനസ്സിലായില്ല. കൊല്ലന്റെ ആലിലൊക്കെ മനസ്സിലായില്ല. അതാണ് കേട്ടിട്ടുള്ളത്. പക്ഷെ ഇവിടെ അത് മനസ്സിലായില്ല. അപ്പൊ അതേപോലെ ശ്വസിക്കുന്നത് കൊണ്ടോ യാതൊരു പ്രയോജനവും ഇല്ല എന്നുള്ളതാണ് ഇവിടെ അർത്ഥാക്കുന്നത്. അമ്മ ഇത്രയേ ഉള്ളൂ രണ്ടാമത്തെ മന്ത്രം പറയുന്നത്. രണ്ടാമത്തെ മന്ത്രത്തിൽ നമ്മൾ എന്താ മനസ്സിലാക്കിയത്? ഒന്നാമത്തെ മന്ത്രത്തിന് വെച്ചിട്ട് രണ്ടാമത്തെ പറയാം. ഒന്നാമത്തെ മന്ത്രത്തിൽ പറഞ്ഞു ഈ പ്രപഞ്ചത്തിലുള്ള സർവ്വചരാചരങ്ങളും ഭഗവാന്റെ ഉടമസ്ഥതയിലും നിയന്ത്രണത്തിലും ഉള്ളതാണ്. ഭഗവാൻ ഓരോരുത്തർക്കും ഒരു വിഹിതം നീക്കി വെച്ചിട്ടുണ്ട്. ആ അർഹതപ്പെട്ട സ്വീകരിക്കുക, മറ്റുള്ളവരെ നമ്മൾ രക്ഷിക്കാൻ പാടില്ല, ധനം ആഗ്രഹിക്കരുത്. അടുത്തത് എന്താ പറഞ്ഞത്? രണ്ടാമത്തെ മാത്രം സ്വീകരിച്ചാൽ 100 കണക്കിന് വർഷം വരെ ജീവിക്കാൻ സാധിക്കും. ഇത്തരം പ്രവർത്തനങ്ങൾ അദ്ദേഹത്തെ കർമ്മബന്ധനങ്ങളിൽ തളയ്ക്കുന്നില്ല. ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഇതല്ലാതെ മറ്റൊരു വഴിയില്ല. ഇതല്ലാതെ മനുഷ്യന് യാതൊരു വഴിയില്ല. അപ്പൊ ഇങ്ങനെ ഈ വിധത്തിൽ നമ്മൾ ജീവിക്കുകയാണെങ്കിൽ ഒരു 100 കണക്കിന് വർഷം നമുക്ക് ജീവിക്കാൻ ആഗ്രഹിക്കാം.
കർമ്മബന്ധനത്തിൽ നമ്മളെ തളയ്ക്കുന്നില്ല. മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഇതല്ലാതെ വേറൊരു വഴിയില്ല. അപ്പൊ നമുക്ക് മനുഷ്യന് പൂർണ്ണത നേടാന്ന് പറഞ്ഞു. നമുക്ക് നമ്മളെ ലക്ഷ്യം എന്താണ്? എപ്പോഴും ഒരു മനുഷ്യന്റെ ലക്ഷ്യം നമ്മള് ക്ലാസ്സില് പൂർണ്ണതയ്ക്ക് ഒരു ഉദാഹരണം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് നമ്മളെ കൈ ചേർന്നിരിക്കുമ്പോഴാണ് ആ കൈക്ക് പൂർണ്ണത സംഭവിക്കുന്നത് അല്ലെ. ശരീരത്തില് നമ്മളെ കരങ്ങള് ശരീരത്തിൽ നിന്ന് വേർപെട്ട് കഴിഞ്ഞാൽ എത്ര കരങ്ങൾ ഉണ്ടെങ്കിലും നമുക്ക് അതുകൊണ്ട് ഒരു പ്രയോജനവും ഇല്ല. പക്ഷെ അത് ശരീരത്തിനോട് ചേർന്നിരിക്കുമ്പോഴാണ് അതിന് പൂർണ്ണത കൈവരിക്കാൻ സാധിക്കുന്നത്. ആണല്ലോ. ഹരേ കൃഷ്ണ. ആ ശരീരത്തിന് പൂർണ്ണത, ശരീരത്തിൽ ചേർന്നിരിക്കുമ്പോഴാണ് ആ കരങ്ങൾക്ക് പൂർണ്ണത കൈവരിക്കാൻ സാധിക്കുന്നത്. അതേപോലെ തന്നെ ഒരു മനുഷ്യന് പൂർണ്ണത കൈവരിക്കാൻ സാധിക്കണമെങ്കിൽ എന്ത് വേണം? ഭഗവാനുമായിട്ട് കണക്ട് ചെയ്യണം അല്ലെ. ഭഗവാനുമായിട്ട് ബന്ധപ്പെട്ടാൽ മാത്രമേ ആ മനുഷ്യന് പൂർണ്ണത കൈവരിക്കാനായിട്ട് സാധിക്കുള്ളൂ. അപ്പൊ മൂന്നാമത്തെ മന്ത്രത്തിൽ അതാ പറയണത്, ആത്മസാക്ഷാത്കാരത്തിന് ശ്രമിക്കാത്തവൻ, അതായത് ആ പൂർണ്ണത കൈവരിക്കാൻ ശ്രമിക്കാത്തവൻ ആരായാലും അവരെവിടേക്ക് പോകേണ്ടി വരും? എവിടേക്കാ പോകേണ്ടി വരാ? എവിടേക്ക്? മർത്യലോകങ്ങളിലേക്ക്, അതായത് അന്ധകാരം നിറഞ്ഞ അജ്ഞാനം നിറഞ്ഞ ലോകങ്ങളിലേക്ക് പോകേണ്ടതായിട്ടുണ്ട് അല്ലെ. അതായത് നമ്മള് മനുഷ്യജന്മത്തിന്റെ പൂർണ്ണത കൈവരിക്കാന്ന് പറഞ്ഞാൽ ഭഗവാന്റെ അടുത്തേക്ക് പോകണം. ഭഗവാന്റെ അടുത്തേക്ക് പോകാൻ സാധിച്ചില്ലെങ്കിൽ ഓട്ടോമാറ്റിക്കലി നമ്മൾ എവിടേക്ക് പോകേണ്ടി വരും? അന്ധകാരം നിറഞ്ഞ അജ്ഞാനം നിറഞ്ഞ ലോകങ്ങളിലേക്ക് പോകേണ്ടതായിട്ട് വരും. അതാണ് മൂന്നാമത്തെ മന്ത്രത്തിൽ അപ്പൊ പറയുന്നത്. മൂന്നാമത്തെ മന്ത്രത്തിൽ പറയുന്നത് ഇതാണ്, അസുര്യ നാമതേ ലോക അന്ധേന തമസാവൃതഃ താംസ്തേ പ്രത്യാഭിഗച്ഛന്തി യേകേ ച ആത്മഹനോ ജനഃ. അസുര്യ നാമതേ ലോക അന്ധേന തമസാവൃതഃ താംസ്തേ പ്രത്യാഭിഗച്ഛന്തി യേകേ ച ആത്മഹനോ ജനഃ. അതായത് ആത്മഹന്താവ്, ആത്മാവിനെ ഹനിക്കുന്നവൻ. ആത്മാവിനെ ഹനിക്കുന്നവൻ എന്ന് വെച്ചാല് ആത്മസാക്ഷാത്കാരത്തിന് വേണ്ടി പ്രവർത്തിക്കാത്തവൻ, അല്ലെങ്കിൽ പൂർണ്ണത കൈവരിക്കാൻ ശ്രമിക്കാത്തവൻ. അവൻ ആരായാലും എന്ത് വരും? ആസുരികവും അന്ധകാരവും അജ്ഞാനവും നിറഞ്ഞ ലോകങ്ങളിൽ എത്തിച്ചേർന്നേ മതിയാകൂ. മൂന്നാമത്തെ മന്ത്രത്തിൽ പറയുന്നത്, ആസുരിക സ്വഭാവത്തിലുള്ളവർ ആരായിരുന്നാലും ശരി, അന്ധകാരം നിറഞ്ഞ അജ്ഞാനം നിറഞ്ഞ ലോകങ്ങളിലേക്ക് എത്തിച്ചേർന്നേ മതിയാകൂ. ഒരു മിനിറ്റ്. അപ്പൊ ഇവിടെ എന്താ പറഞ്ഞത്? ആത്മഹന്താവ് ഏതൊരുവനായാലും ശരി, ആസുരികവും അന്ധകാരവും അജ്ഞാനവും നിറഞ്ഞ ലോകങ്ങളിലെ എത്തിച്ചേർന്നേ മതിയാകൂ എന്നാണ് മൂന്നാമത്തെ മന്ത്രത്തിൽ പറയുന്നത്. അതായത് ആത്മസാക്ഷാത്കാരത്തിന് ശ്രമിക്കാത്തവൻ, അതല്ലെങ്കിൽ നമ്മൾ എന്ത് പറയാം, പൂർണ്ണത നേടാൻ ശ്രമിക്കാത്തവൻ, അല്ലെങ്കിൽ ആത്മഹന്താവ് ആരായാലും ആസുരികമായിട്ടുള്ള അന്ധകാരം നിറഞ്ഞ അജ്ഞാനം നിറഞ്ഞ ലോകങ്ങളിലേക്ക് എത്തിച്ചേർന്നേ മതിയാകൂ എന്നാണ് മൂന്നാമത്തെ മന്ത്രത്തില് പറയുന്നത്. മനസ്സിലായോ? മനുഷ്യ ജീവിതം എന്നാൽ ഉത്തരവാദിത്തമുള്ള ജീവിതമാണ്. അപ്പൊ നമുക്കറിയാം, മനുഷ്യ ജീവിതത്തിലൂടെ നമ്മൾ 84 ലക്ഷം ജീവഗണങ്ങളില് ആ മനുഷ്യജന്മത്തിലൂടെയാണ് നമുക്ക് എന്ത് സാധിക്കുന്നത്? ഭഗവത് സാക്ഷാത്കാരം നേടാനായിട്ട് സാധിക്കുന്നത്, ആത്മസാക്ഷാത്കാരം നേടാൻ സാധിക്കുന്നത് മനുഷ്യജന്മത്തിലൂടെയാണ്. അപ്പൊ ആ മനുഷ്യജന്മത്തിലൂടെ ആ ഉത്തരവാദിത്വം നമ്മൾ ശരിയായ രീതിയിൽ ഏറ്റെടുക്കുകയാണെങ്കിൽ നമുക്ക് മുകളിലോട്ട് പോകാൻ സാധിക്കും, അല്ലെങ്കിൽ ചിലപ്പോൾ താഴേക്ക് പോകേണ്ടി വരും, അല്ലെങ്കിൽ നമ്മൾ അതേപടി നിൽക്കേണ്ടി വരും. 3 തരത്തിൽ സംഭവിക്കും. ഒന്നുകിൽ മുകളിലോട്ട് പോകാൻ നമുക്ക്, അതായത് ഭൂമിക്ക് മുകളിലുള്ള സ്വർഗലോകം പോലുള്ള ഉയർന്ന ലോകങ്ങളിലേക്ക് പോകാം, അല്ലെങ്കിൽ താഴേക്ക് നരകലോകങ്ങളിലേക്ക് അജ്ഞാനം നിറഞ്ഞ ലോകങ്ങളിലേക്ക് പോകാം, അല്ലെങ്കിൽ ഭൂമിയിൽ തന്നെ നിലനിൽക്കാം. അപ്പൊ ഈ മനുഷ്യജന്മം എന്ന് പറഞ്ഞാൽ നമുക്ക് ഏതിൽ വേണമെങ്കിലും നമുക്ക് തെരഞ്ഞെടുക്കാം. ഒന്നുകിൽ മുകളിലേക്ക് പോകാം, അല്ലെങ്കിൽ താഴേക്ക് പോകാം, അതല്ലെങ്കിൽ നമുക്ക് ഇവിടെ തന്നെ നിൽക്കാനായിട്ട് സാധിക്കും. അപ്പൊ ഉത്തരവാദിത്തം ഉള്ള ഒരു ജീവിതമാണ് എന്ത്? മനുഷ്യ ജീവിതം എന്ന് പറയുന്നത്. മനുഷ്യജന്മത്തിന് മാത്രമാണ് എന്തുള്ളത്? സാക്ഷാത്കാരം ശ്രമിക്കാനും സാധിക്കുന്നത്. അപ്പൊ ഈ മനുഷ്യജന്മമാണ് അത് തീരുമാനിക്കുന്നത്. താഴേക്ക് പോണോ, മുകളിലോട്ട് പോണോ, അല്ലെങ്കിൽ ഇവിടെ തന്നെ നിൽക്കണോന്ന് തീരുമാനിക്കുന്ന ഘട്ടം ഏതിലൂടെയാണ് പോകുന്നത്? ഈ മനുഷ്യജന്മത്തിലൂടെയാണ് പോകുന്നത്.
അപ്പൊ രണ്ടു തരം മനുഷ്യരാണ് പൊതുവെ ഉള്ളത്. ഒന്ന് സുരന്മാര്, രണ്ട് അസുരന്മാര്. അല്ലെങ്കിൽ ഒന്ന് എന്ന് പറയുന്ന അസുരിക സ്വഭാവത്തിലുള്ളവര്, രണ്ടാമത്തത് സുരന്മാര്, നല്ല നല്ല വ്യക്തികൾ അല്ലെ. അപ്പൊ രണ്ടു തരത്തിലുള്ള വ്യക്തികളാണുള്ളത്. സുരന്മാരെന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്? നമ്മളെ ശാസ്ത്രങ്ങൾ അനുസരിച്ച് ജീവിക്കുന്നവര് ആണാര്? ചുമതലാബോധമുള്ളവര് ഒക്കെയാണ് ആര് നമ്മൾ പറയാ? സുരന്മാരെന്ന് പറയാം. അസുരന്മാരെന്ന് പറഞ്ഞാല് ശാസ്ത്രങ്ങൾക്ക് വിരുദ്ധമായിട്ട് ജീവിക്കുന്നവര്, അജ്ഞാനികളായിട്ടുള്ളവര്, ഈ തരത്തിലുള്ള മനുഷ്യ ജീവിതത്തിന്റെ ചുമതലകളെല്ലാം അവഗണിക്കുന്നവരാണ് ആര്? അസുരന്മാര്. സുരന്മാരെന്ന് പറയുമ്പോഴോ ശാസ്ത്രങ്ങൾക്ക് അനുസൃതമായിട്ട് ജീവിക്കുന്നു, ധർമ്മത്തിന്റെ അടിസ്ഥാനത്തിൽ ജീവിക്കുന്നു, ചുമതലാബോധമുള്ളവരാണ്, അജ്ഞാനം ഇല്ലാത്തവര്, ജ്ഞാനം നേടിയവരായിരിക്കും സുരന്മാര്. നേരെ ഓപ്പോസിറ്റ്, ഇതൊന്നും ചെയ്യാത്തവരെ നമുക്ക് എന്ത് പറയാം? അസുരന്മാരെന്ന് പറയാം. അപ്പൊ രണ്ടു തരത്തിലാണ് മനുഷ്യരെ പറയുന്നത്. ഒന്ന് സുരന്മാരായിരിക്കും, രണ്ട് അസുരന്മാരായിരിക്കും. സുരന്മാര് ധർമ്മിഷ്ഠരാണ്, അസുരന്മാര് ധർമ്മങ്ങൾക്കെതിരായിട്ട് പ്രവർത്തിക്കുന്നവരാണ് അസുരന്മാരെന്ന് പറയുന്നത്. അപ്പൊ അതില് സമുദ്രത്തിന്റെ ഉപമ നമുക്ക് പറഞ്ഞ, നമ്മളിത് ഭഗവത്ഗീതയിൽ പറയുന്നതാണ്. മനുഷ്യ ശരീരം എന്ന് പറയുന്നത് നമ്മുടെ ഈ സമുദ്രം, ഈ ഭൗതിക ലോകം എന്ന് പറയുന്നത് ഒരു സമുദ്രമാണ്. ഈ ഭൗതിക ലോകം തരണം ചെയ്യാൻ വേണ്ടി പ്രത്യേകമായിട്ട് രൂപകൽപ്പന ചെയ്യപ്പെട്ട തോണി, ബോട്ടാണ് എന്ത്? നമ്മുടെ ശരീരം. കാരണം ഇത്രയും എന്താ പറയാ ജീവാത്മാക്കൾ ഉണ്ടെങ്കിലും മനുഷ്യജന്മത്തിലൂടെയാണ് നമുക്ക് എന്ത് സാധിക്കുന്നത്? ഈ ഭൗതിക ലോകത്തിൽ നിന്ന് മോചനം നേടി ഭഗവാന്റെ അടുത്തേക്ക് പോകാനായിട്ട് സാധിക്കുന്നത്. അപ്പോ ഈ ഭൗതിക ലോകം എന്ന് പറയുന്നത് സമുദ്രമാണ്. ആ സമുദ്രത്തിൽ നിന്ന് കര കയറ്റാൻ വേണ്ടി ഉപയോഗിക്കുന്ന ആ തോണി, ബോട്ടാണ് എന്ത്? നമ്മുടെ ശരീരം എന്ന് പറയുന്നത്. അതിനെ സഹായിക്കുന്നത് ആരാണ്? ആചാര്യന്മാരും ശാസ്ത്രങ്ങളും. അതാണ് എന്ത്? നമ്മുടെ ബോട്ടിലെ എന്താ പറയാ കടത്തുകാരാണ് ആ ആചാര്യന്മാരും വൈദിക സാഹിത്യങ്ങൾ എന്ന് പറയുന്നത്. അതില് നമ്മുടെ മനുഷ്യ ശരീരത്തിന്റെ സവിശേഷതകൾ, നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ് എന്ത്? അനുകൂലമായ കാറ്റ്, ആ ലക്ഷ്യസ്ഥാനത്തേക്ക് എത്തിച്ചേരാൻ സാധിക്കുന്ന അനുകൂലമായ കാറ്റ് എന്ന് പറയുന്നത്. അപ്പൊ ഇത് സമുദ്രമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറയുന്നതാണ്. ഇവിടെ ഈ ഭൗതിക ലോകം എന്താണ്? ഭൗതിക ലോകം സമുദ്രമാണ്. ആ സമുദ്രത്തിൽ നിന്ന് കരയ്ക്ക് കയറ്റാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന തോണിയാണ് എന്ത്? നമ്മുടെ ശരീരം എന്ന് പറയുന്നത്. ശരീരം. ആ ബോട്ട് തുഴയുന്നത് ആരാണ്? കടത്തുകാരാരാണ് അതിലെ? ആചാര്യന്മാര്. അപ്പൊ നമുക്ക് ആ ശരീരത്തിന്റെ സവിശേഷതകൾ, നമുക്കതൊരു ശരീരം കൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന സവിശേഷതകളാണ് എന്ത്? അതിലേക്ക് അനുകൂലമായിട്ടുള്ള കാറ്റ്. ആ കാറ്റ് അനുകൂലമാകുമ്പോ എന്താണ്? വേഗം നമുക്ക് അവിടേക്ക് എത്താനായിട്ട് സാധിക്കും അല്ലെ. ആ കാറ്റ് അനുകൂലമാകുമ്പോ പെട്ടെന്ന് നമുക്ക് അവിടേക്ക് എത്താനായിട്ട് സാധിക്കും. അതാണ് ആ കാറ്റ് എന്ന് പറയുന്നത്. അപ്പൊ വൈദിക സാഹിത്യങ്ങളും ആചാര്യന്മാരുമാണ് ആര്? സമർത്ഥരായിട്ടുള്ള കടത്തുകാര്. അപ്പൊ ഈ മനുഷ്യ ശരീരത്തിന്റെ സവിശേഷതകൾ എന്ന് പറഞ്ഞാല് ആ ലക്ഷ്യസ്ഥാനത്ത് സുഗമമായി എത്തിച്ചേരാൻ സഹായിക്കുന്ന അനുകൂലമായ കാറ്റാണ് ശരീരത്തിന്റെ പ്രത്യേകത. കാരണം ആ മനുഷ്യ ശരീരത്തിന് മാത്രമാണ് എന്ത് സാധിക്കുന്നത്? നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കുന്നത്? ഭഗവാനെ പൂർണ്ണതയിലെത്താനായിട്ട് ശ്രമിക്കാൻ സാധിക്കുന്നത്, ഭഗവാന് സേവനം ചെയ്യാൻ സാധിക്കുന്നത്, ഭഗവാനെ കീർത്തിക്കാൻ സാധിക്കുന്നത്, നമ്മൾ പറഞ്ഞ നവവിധ ഭക്തി, ഇതൊക്കെ ചെയ്യാൻ നമുക്ക് എന്ത് സാധിക്കും? ഈ മനുഷ്യ ശരീരം കൊണ്ട് ഭഗവാനെ. കാരണം ആ മനുഷ്യ ശരീരത്തിന് മാത്രമാണ് ഭഗവാൻ എന്ത് നൽകിയിരിക്കുന്നത്? ആ പരിപൂർണതയിലേക്ക് ആത്മസാക്ഷാത്കാരത്തിന് എത്താൻ വേണ്ടിയിട്ടുള്ള ഇത് കൊടുത്തിരിക്കുന്നതാണ്. മനുഷ്യനായ ഒരു മനുഷ്യജന്മം കൊണ്ട് മാത്രമേ സാധിക്കുള്ളൂ. ആ മനുഷ്യജന്മത്തിനെ വിവേചിച്ചറിയാനുള്ള ബുദ്ധിയുണ്ട്. അപ്പൊ ഈ ശാസ്ത്രങ്ങളിലൂടെ, ഗുരുക്കന്മാരിലൂടെ നമുക്ക് മനസ്സിലാക്കിക്കൊണ്ട് നമുക്ക് എന്ത് സാധിക്കും? ഭഗവാനെ പ്രാപിക്കാനായിട്ട് നമുക്ക് സാധിക്കും. അടുത്ത ജന്മത്തിൽ നമ്മൾ എവിടേക്ക് പോകും? നമുക്കറിയാം ഭഗവത്ഗീത 6-ാം അധ്യായം 41-ാം ശ്ലോകത്ത് തൊട്ട് 43 വരെ ശ്ലോകത്തിൽ പറയുന്നുണ്ട്. എങ്ങാനും നമ്മൾ ഈ പൂർണ്ണത നേടാനായിട്ട് ശ്രമിക്കുമ്പോ, അല്ലെങ്കിൽ ആത്മസാക്ഷാത്കാരം നേടാൻ ശ്രമിക്കുമ്പോ ഏതെങ്കിലും രീതിയിൽ നമുക്ക് ആ പാതയിൽ പ്രവേശിക്കുന്ന ഒരു വ്യക്തിക്ക് അത് മുഴുവിപ്പിക്കാൻ സാധിച്ചില്ലെങ്കിൽ, അത് എത്ര ശ്രമിച്ചിട്ട് നമുക്കത് ശരിയായ രീതിയിൽ ചെയ്യാൻ സാധിച്ചില്ലെങ്കിൽ നമുക്ക് എന്ത് വരില്ല എന്ന് പറഞ്ഞ നഷ്ടമില്ല. അത്തരക്കാർ എന്ത് സംഭവിക്കും? സംസ്കാര സമ്പന്നരായ ബ്രാഹ്മണരുടെയോ വൈശ്യരുടെയോ ഗൃഹങ്ങളിൽ വന്ന് പിറക്കാനിട വരും. നമുക്കറിയാവുന്നതാണ് അല്ലെ. അപ്പൊ നമ്മളിപ്പോ ആത്മസാക്ഷാത്കാരം നേടാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ നമുക്കത് ശരിയായ രീതിയിൽ മുഴുവനാക്കാനായിട്ട് സാധിച്ചില്ല. അപ്പൊ നമുക്ക് എന്ത് സംഭവിക്കും? നമ്മൾ ആ ചെയ്തതിന്റെ ഫലം നമുക്ക് അനുഭവിക്കാനായിട്ട് സാധിക്കും. നമ്മള് അടുത്തൊരു ജന്മം നമുക്ക് എന്ത് സാധിക്കും? സംസ്കാര സമ്പന്ന
സമ്പന്നരായിട്ടുള്ള ബ്രാഹ്മണരുടെ കുടുംബത്തില്, ധനാഢ്യന്മാരുടെ കുടുംബത്തിൽ, അല്ലെങ്കിൽ വൈശ്യരുടെ കുടുംബത്തിലൊക്കെ ജന്മം എടുത്തുകൊണ്ട് നമുക്ക് വീണ്ടും എന്ത് ചെയ്യാൻ സാധിക്കും? ഇതിനു വേണ്ടിയിട്ട് പ്രവർത്തിക്കാനായിട്ട് സാധിക്കും. കൃഷ്ണാവബോധം വീണ്ടും പ്രവർത്തിക്കാനായിട്ട് സാധിക്കും. അത് ചെയ്തതിന്റെ ഫലം നമുക്ക് അനുഭവിക്കാനായിട്ട് കിട്ടുമെന്നാണ് ഭഗവത്ഗീതയില് ഭഗവാൻ പറയുന്നത്. അപ്പൊ ഒരു മനുഷ്യൻ എന്ന നിലയ്ക്കുള്ള തന്റെ ചുമതലകൾ നിർവഹിക്കാൻ വീഴ്ച വരുത്തുന്ന പക്ഷം അസുരഗ്രഹങ്ങളെ പ്രാപിക്കുന്നു. അപ്പൊ നമുക്ക് മനസ്സിലായി, ആ മനുഷ്യജന്മത്തിൽ ചെയ്ത് അതിൽ വീഴ്ച വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? നമുക്ക് ശരിയായിട്ടുള്ള ഇത്തിരി കൂടി ഉയർന്ന കുലത്തിൽ ജന്മം എടുക്കാനും അതിനൊക്കെ നമുക്ക് സാധിക്കും. നേരെ മറിച്ച് നമ്മൾ വീഴ്ച വരുത്താണെങ്കിലോ നേരെ അസുരഗ്രഹങ്ങളെ പ്രാപിക്കേണ്ടതായിട്ട് വരും. താഴത്തേക്ക് പോകും. നമ്മള് ഈ ഭൂമിക്ക് താഴെയുള്ള ആസുരികമായ ഗ്രഹങ്ങളിലായിരിക്കും നമ്മൾ പോയിട്ട് ജന്മം എടുക്കേണ്ടതായിട്ട് വരുന്നത്. ശ്രമം നടത്താൻ പോലും മുതിരാതെ മായാമോഹിതരായി ഭൗതിക സന്തുഷ്ടിയുമായി അത്യാസക്തി പുലർത്തുന്ന ഏതൊരാളും അന്ധകാര നിബിഡമായ നരകലോകങ്ങളിൽ എത്തിച്ചേരുന്നു. അപ്പൊ അങ്ങനെയുള്ളവർ എവിടെ പോകും ജന്മം എടുക്കും? നരകലോകങ്ങളിൽ പോയിട്ട് ജന്മം എടുക്കേണ്ടതായിട്ട് വരും. നമ്മള് ശ്രമിക്കാതിരിക്കുകയാണെങ്കിൽ, ഒരു മനുഷ്യജന്മം കിട്ടിയിട്ടും നമ്മൾ അതിന് ശ്രമിച്ചില്ലെങ്കിൽ നമ്മൾ നരകലോകത്തിൽ പോയിട്ട് ജന്മം എടുക്കേണ്ടി വരും. ശ്രമിച്ചിട്ട് അത് മുഴുമിപ്പിക്കാൻ സാധിച്ചില്ലെങ്കിൽ നമുക്ക് എന്ത് സാധിക്കും? ശ്രേഷ്ഠമായ കുടുംബങ്ങളിൽ ജനിക്കാനായിട്ട് സാധിക്കും. നേരെ തിരിച്ചാണെങ്കിൽ നരകലോകത്തിൽ പോയിട്ട് ജീവിക്കേണ്ടതായിട്ട്, ജന്മം എടുക്കേണ്ടതായിട്ട് വരും. ഇത്തരം സൗകര്യങ്ങളൊക്കെ ഉണ്ടായിട്ടും ആത്മസാക്ഷാത്കാരത്തിന് വേണ്ടി അവയൊന്നും പൂർണ്ണമായി പ്രയോജനപ്പെടുത്താൻ ശ്രമിക്കാത്ത പക്ഷം അയാളെ ആത്മഹന്താവ് അഥവാ ആത്മനാശകനായി കണക്കാക്കാം. അപ്പൊ ഇത്തരം സൗകര്യങ്ങൾ ഉണ്ടായിട്ടും ആത്മസാക്ഷാത്കാരത്തിന് വേണ്ടി ശ്രമിക്കാത്ത ഒരു വ്യക്തി ആരാണ്? ആത്മഹന്താവ് അല്ലെങ്കിൽ ആത്മനാശകൻ എന്നാണ് അയാളെ പറയുന്നത്. അപ്പൊ ഇത്രയും സൗകര്യങ്ങൾ ഉണ്ടായിട്ടും അതിന് ശ്രമിച്ചില്ലെങ്കിൽ ആ മനുഷ്യൻ ആരാണ്? ആത്മഹന്താവാണ്, അല്ലെങ്കിൽ ആത്മനാശകനാണെന്ന് പറയാം. ആത്മാവിനെ അവഗണിക്കുന്നവൻ അങ്ങേയറ്റം അജ്ഞാന അന്ധകാരം നിറഞ്ഞ ലോകത്തിൽ പ്രവേശിച്ച് നിരന്തരമായി ക്ലേശിക്കാൻ വിധിക്കപ്പെടുന്നത് കൊണ്ട് ശ്രീ ഈശോപനിഷത്ത് വ്യക്തമായ ഭാഷയിൽ താക്കീത് നൽകുന്നു. കൂടെ ആത്മാവിനെ അവഗണിക്കുന്നവൻ അങ്ങേയറ്റം അജ്ഞാന അന്ധകാരം നിറഞ്ഞ ലോകങ്ങളിൽ പ്രവേശിച്ച് നിരന്തരമായിട്ട് ക്ലേശിക്കാൻ വിധിക്കപ്പെടുന്നത് കൊണ്ട് ഈശോപനിഷത്ത് വ്യക്തമായ ഭാഷയിൽ താക്കീത് നൽകണം. അപ്പൊ നമ്മൾ ചെയ്യരുത്? ആത്മാവിനെ അവഗണിക്കുകയാണ്, അല്ലെങ്കിൽ ആത്മാവിനെ നാശകനാണ്. അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് എന്താ സംഭവിക്കുന്നത്? നിരന്തരം ക്ലേശങ്ങൾ അനുഭവിക്കേണ്ടതായിട്ടാണ് വരുന്നത്. അങ്ങനെ അത് ഈശോപനിഷത്ത് താക്കീത് ചെയ്യണം. അപ്പൊ ആത്മഹന്താവായിട്ടുള്ള ഒരു വ്യക്തി, അല്ലെങ്കിൽ ആത്മനാശകനായിട്ടുള്ള ഒരു വ്യക്തി എന്തനുഭവിക്കേണ്ടി വരും? നിരന്തരം ക്ലേശങ്ങൾ അനുഭവിക്കേണ്ടി വരുമെന്നാണ് ഈശോപനിഷത്ത് താക്കീത് നൽകുന്നത്. ആത്മാവിനെ ഹനിക്കുന്ന ആധുനിക സംസ്കാരം വയറിന്റെ പ്രശ്നങ്ങൾ വർദ്ധിപ്പിക്കുക മാത്രമാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ആത്മാവിനെ ഹനിക്കുക, അല്ലെങ്കിൽ ആത്മസാക്ഷാത്കാരത്തിന് ശ്രമിക്കാത്ത ആ മനുഷ്യ സംസ്കാരം എന്താണ് ചെയ്യുന്നത്? വയറിന്റെ പ്രശ്നങ്ങൾ വർദ്ധിപ്പിക്കുക മാത്രമാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്നാൽ വയറിന് വേണ്ടി കഠിനാധ്വാനം ചെയ്യാനുള്ള ആകാംക്ഷയ്ക്ക് വിരുദ്ധമായിട്ട് തൊഴിലില്ലായ്മ പ്രശ്നത്താൽ നിരന്തരം ഭയപ്പെടുത്തപ്പെടുന്നു. അപ്പൊ അതായത് വയറിന്റെ പ്രശ്നങ്ങൾ വർദ്ധിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ വയറിന് വേണ്ടിയിട്ട് എന്ത് വേണം? നമുക്ക് ഭക്ഷണം വേണമെങ്കിൽ നമുക്ക് ജോലി ചെയ്യണം. പക്ഷെ അതിന് പകരം എന്തായിട്ടാണ് ചിന്തിക്കുന്നത്? തൊഴിലില്ലായ്മ പ്രശ്നത്തെ കുറിച്ചാണ് നിരന്തരം ചിന്തിക്കുന്നത്. ഇത്തരം ഒരു അവസ്ഥ സംജാതമാകുന്ന തരത്തിലുള്ളതാണ് പ്രകൃതി നിയമത്തിന്റെ പൂർവ്വത. അപ്പൊ അതായത് നമ്മള് ശരിയായൊരു സൊല്യൂഷൻ അല്ല നമ്മൾ അവിടെ നോക്കുന്നത്. നമ്മൾ എന്തിനെ കുറിച്ചാണ് ചിന്തിക്കേണ്ടത് അതിനെക്കുറിച്ച് ചിന്തിക്കാതെ മറ്റുള്ള കാര്യങ്ങളെ കുറിച്ചാണ് നമ്മൾ അവിടെ ചിന്തിക്കുന്നത്. അതാണ് പ്രകൃതി നിയമത്തിന്റെ ക്രൂരത എന്ന് പറയുന്നത്. ഇവിടെ പറഞ്ഞു വരുന്നത്, ഇതിൽ പറയുന്നുണ്ട്, ഒരു സെന്റൻസ് കൂടി വായിക്കാം. വിശക്കുമ്പോൾ വയർ നിറയ്ക്കുക എന്ന വ്യാപാരത്തിൽ മാത്രം മുഴുകിയിരിക്കുന്ന മൃഗങ്ങളെക്കാൾ മനുഷ്യജന്മം സിദ്ധിച്ച ഒരാൾക്ക് ഉന്നതമായ ചുമതലകൾ നിർവഹിക്കാനുണ്ട്. എന്നിരിക്കെ ആത്മാവിനെ ഹനിക്കുന്ന ആധുനിക സംസ്കാരം വയറിന്റെ പ്രശ്നങ്ങൾ വർദ്ധിപ്പിക്കുക മാത്രമാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ വിശക്കുമ്പോ നമുക്ക് വയറ് നിറയ്ക്കുക എന്നുള്ളത് നമുക്ക് ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. പക്ഷെ നമ്മൾ എന്താ ചിന്തിക്കുന്നത്? വയറിന്റെ പ്രശ്നങ്ങൾ വർദ്ധിപ്പിക്കുക മാത്രമാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പരിഷ്കൃത മൃഗമായ ഒരു ആധുനിക മനുഷ്യനെ സമീപിച്ച് ആത്മസാക്ഷാത്കാരത്തിന്റെ ആവശ്യകതയെ കുറിച്ച് സംസാരിക്കുമ്പോൾ അയാൾ അത് അംഗീകരിക്കില്ല. ആത്മസാക്ഷാത്കാരത്തെ കുറിച്ച് പറയുമ്പോൾ അത് കേൾക്കില്ല. എന്നാൽ വയറിന് വേണ്ടി കഠിനാധ്വാനം ചെയ്യാനുള്ള ആകാംക്ഷയ്ക്ക് വിരുദ്ധമായിട്ട് അവൻ എന്ത് പറയും? തൊഴിലില്ലായ്മ പ്രശ്നത്താൽ നിരന്തരം ഭയപ്പെടുന്നു. ഇത്തരം ഒരവസ്ഥ സംജാതമാകുന്ന തരത്തിലുള്ള പ്രകൃതി നിയമത്തിന്റെ ക്രൂരത എന്ന് പറയുന്നത് അങ്ങനെയാണ്. അപ്പൊ നമ്മള് ഭക്ഷണം വിശക്കാണ്ടെങ്കിൽ ഭക്ഷണം കഴിക്കാനുള്ള വഴിയാണ് നമ്മൾ ആദ്യം ചെയ്യേണ്ടത്. പക്ഷെ അതിനെ കുറിച്ചല്ലാതെ എന്താണ് ചിന്തിക്കുന്നത്? തൊഴിലില്ലായ്മ പ്രശ്നത്തിനെ പറ്റി പറയാം. അതായത് നമ്മൾ പറയുന്ന കാര്യങ്ങളെ അംഗീകരിക്കാത്ത ഒരു എന്താ പറയാ, ഒരു
അവസ്ഥയാണ് ഇവിടെ സംജാതമാകുന്നത് എന്നാണ് പറഞ്ഞത്. അതാണ് പ്രകൃതി നിയമത്തിന്റെ ക്രൂരത എന്ന് പറയുന്നത്. ഉപസംഹാരം പറയുന്നത് മനുഷ്യജന്മത്തിന്റെ പ്രാധാന്യം. കഴുതകളെയും പന്നികളെയും പോലെ കഠിനാധ്വാനം ചെയ്യുന്നതിന് വേണ്ടിയല്ല മനുഷ്യജന്മം. മനുഷ്യജന്മം എന്തിനു വേണ്ടിയിട്ടാണ്? ജീവിതത്തിൽ അത്യുന്നതമായ പരിപൂർണത നേടുന്നതിനാണത്. അപ്പൊ അത്യുന്നതമായിട്ടുള്ള പരിപൂർണത നേടുന്നതിന് വേണ്ടിയിട്ടാണ് നമുക്ക് എന്ത് തന്നിരിക്കുന്നത്? മനുഷ്യജന്മം തന്നിരിക്കുന്നത്. അല്ലാതെ കഠിനാധ്വാനം ചെയ്യുന്നതിന് വേണ്ടിയിട്ടല്ല മനുഷ്യജന്മം നൽകിയിട്ടുള്ളത്. ജീവിതത്തിൽ അത്യുന്നതമായ പരിപൂർണത നേടുന്നതിന് വേണ്ടിയിട്ടാണ് മനുഷ്യജന്മം തന്നിട്ടുള്ളത്. അഥതോ ബ്രഹ്മ ജിജ്ഞാസ, ആ പരമസത്യത്തിന്റെ സ്വഭാവത്തെ കുറിച്ച് അന്വേഷിക്കാത്തിടത്തോളം മനുഷ്യന്റെ ഏതൊരു പ്രവർത്തനവും പരാജയമായി കണക്കാക്കണം. അതിനാൽ തങ്ങൾ എന്തിനാണ് കഷ്ടപ്പെടുന്നത്, അല്ലെങ്കിൽ എവിടെ നിന്ന് വന്നു, മരണശേഷം എവിടേക്ക് പോകും എന്ന് ചോദ്യം ചെയ്യാൻ തുടങ്ങുന്നവർ ഭഗവത്ഗീത മനസ്സിലാക്കാൻ ശരിയായ വിദ്യാർത്ഥികളാണ്. അപ്പൊ അഥതോ ബ്രഹ്മ ജിജ്ഞാസ എന്ന് പറഞ്ഞാല് ആ പരമസത്യത്തിന്റെ സ്വഭാവത്തെ കുറിച്ച് അന്വേഷിക്കാത്തിടത്തോളം മനുഷ്യന്റെ ഏതൊരു പ്രവർത്തനവും പരാജയമായി കണക്കാക്കണം. അപ്പൊ നമ്മൾ എന്താ അന്വേഷിക്കേണ്ടത്? ആ പരമമായ സത്യത്തെ കുറിച്ച്. അങ്ങനെയായി ഭഗവാനെ കുറിച്ചാണ് നമ്മൾ അന്വേഷിക്കേണ്ടത്. അതല്ലെങ്കിൽ നമ്മുടെ എല്ലാ പ്രവൃത്തികളും എങ്ങനെയാണ്? പരാജയമാണ്. തങ്ങൾ എന്തിനാണ് കഷ്ടപ്പെടുന്നത്, അല്ലെങ്കിൽ നമ്മൾ എവിടെ നിന്നാണ് വന്നത്, മരണശേഷം എങ്ങോട്ടാണ് പോകുന്നത്, ഇങ്ങനെ ചോദ്യം ചെയ്യുന്നവർക്ക് എന്ത് സാധിക്കും? ഭഗവത്ഗീത ശരിയായ രീതിയിൽ മനസ്സിലാക്കാൻ സാധിക്കും. അവരാണ് ശരിയായ രീതിയിലുള്ള വിദ്യാർത്ഥികൾ എന്ന് പറയുന്നത്. എന്തിനാണ് കഷ്ടപ്പെടുന്നത്, അല്ലെങ്കിൽ എവിടേക്കാണ് പോകുന്നത്, എവിടെ നിന്നാണ് വന്നത്, അങ്ങനെ ചോദ്യം ചെയ്യാനായിട്ട് തുടങ്ങുന്നവരാണ് ഭഗവത്ഗീത മനസ്സിലാക്കാൻ ശരിയായ വിദ്യാർത്ഥികൾ എന്ന് പറയുന്നത്. അതാണ് അഥതോ ബ്രഹ്മ ജിജ്ഞാസ, പരമസത്യത്തെ കുറിച്ച് അന്വേഷിക്കുക. അല്ലെങ്കിൽ നമ്മൾ എന്താണ്? പരാജയമാണെന്ന് പറയാം. മനുഷ്യന്റെ പ്രവർത്തനം പരാജയമാണെന്നാണ് പറയുന്നത്. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. വഞ്ചാകൽപതരൂപേശ്ച കൃപാ സിന്ധോഭ്യവ ച പതിതാനാം പാവനേഭ്യോ വൈഷ്ണവേഭ്യോ നമോ നമഃ. അനന്തകോടി വൈഷ്ണവഭക്ത വൃന്ദിക്ക് ജയ്, ശ്രീല പ്രഭുപാദിക്ക് ജയ്, ശ്രീല ഗുരുദേവിക്ക് ജയ്, നിത്തായ് ഗുരു പ്രമാനന്ദേ. ഹരി ഹരി ബോൾ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഈ പറഞ്ഞതിൽ എന്തെങ്കിലും